ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം ഏൽറുഹ ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ഒരു ദൈവസ്വര സന്ദേശമാണ് വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ചൊല്ലണം എന്ന ആ ഒരു സന്ദേശം. വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഒത്തിരിയേറെ തടസ്സങ്ങളും ബന്ധനങ്ങളും അസ്വസ്ഥതകളും വിട്ടുപോകാനും നമ്മൾ വിശ്വാസത്തിൽ വളരാനും അത് നമ്മെ സഹായിക്കും. പല പ്രാവശ്യമായിട്ട് കർത്താവ് തന്നിട്ടുള്ളൊരു സന്ദേശമാണ്. പലപ്പോഴും അത്ഭുതങ്ങളുടെ ജപമാല എന്നീ പേരുള്ള യൂട്യൂബ് ശുശ്രൂഷയിലൊക്കെ ഞാനിത് പറയാറുണ്ട്. ഒത്തിരി മക്കൾ അങ്ങനെ ചെയ്യാറുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട്. ഇപ്പോൾ വിശ്വാസ പ്രമാണം നമ്മൾ ഇങ്ങനെ ചെല്ലുക, എല്ലാ ദിവസവും 33 പ്രാവശ്യം ഈശോയുടെ വയസ്സിൻ്റെ സ്തുതിക്കായിട്ട് വിശ്വാസ പ്രമാണം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ചെല്ലുക. അങ്ങനെ എത്ര ദിവസം ചെല്ലുക? ഒരു 33 ദിവസം നിയമം വെച്ച് അങ്ങോട്ട് ചെല്ലുക. ഒത്തിരിയേറെ തടസ്സങ്ങൾ, അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുപോകുന്ന അനുഭവം ഉണ്ടാകും. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുറേ മക്കൾക്കെങ്കിലും വിശ്വാസക്കുറവിൻ്റെ ദുരാത്മാവ് ബാധിച്ച മക്കളുണ്ട്. വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ നിരാശ വരും. ആ നിരാശയാണ് പ്രത്യേകിച്ച് നമ്മെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അതാണ് വിശ്വാസം അങ്ങോട്ട് കത്തോലിക്ക സഭയിലുള്ള വിശ്വാസം, കുമ്പസാരത്തിൽ കുർബാനയിൽ കൂദാശകളുള്ള വിശ്വാസം, യേശുവാണ് ഏക രക്ഷകൻ എന്ന ആ വിശ്വാസം, വിശുദ്ധ കുർബാനയിലെ വിശ്വാസം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. അതുകൊണ്ട് വിശ്വാസം എന്ന തിരിയുണ്ടെങ്കിലേ മറ്റെല്ലാ തിരികളും നമുക്ക് കത്തിക്കാൻ സാധിക്കുള്ളൂ. അത്രയും പ്രാധാന്യമുണ്ട് വിശ്വാസം എന്ന പുണ്യത്തിന്. അതുകൊണ്ട് തന്നെ പിശാചിനെ തോൽപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വലിയൊരു ആയുധമാണ്, പിശാചിനെ തോൽപ്പിക്കാൻ നമ്മളെടുക്കേണ്ട വലിയൊരു ആയുധമാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5-ാം അധ്യായം 4-ാം തിരുവചനം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു പറയുന്നു. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? പറഞ്ഞേ ഹല്ലേലൂയ. ഇരു കരമത്തി പറഞ്ഞേ ഹല്ലേലൂയ.
യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ഈ ലോകത്തെ ജയിക്കുന്നത്? അപ്പോൾ നമ്മൾ പിശാചിനെ തോൽപ്പിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ട വലിയൊരു ആയുധമാണ് നമ്മുടെ വിശ്വാസം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. നമുക്കൊന്ന് ഉച്ചത്തിൽ വായിക്കാം. ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. വലത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ, സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കാൻ പറയുക. വിശ്വാസം എടുത്തുപയോഗിക്കുക. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എടുത്തുപയോഗിക്കേണ്ട വലിയ ആയുധം അത് തന്നെയാണ്. വിശുദ്ധ പത്രോസ്ലീഹ തന്നെ പറയുന്നുണ്ട്. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-9 തിരുവചനം നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റു പറയുന്നു, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. വലുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇരു കരങ്ങളത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കേട്ടോ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പിശാചിനെ നമ്മൾ എതിർക്കണം എന്ന് പറയുക. പിശാചിനെ ചുറ്റി സഞ്ചരിക്കുക, ആരെ വീഴ്ത്തണം എന്ന് ചിന്തിച്ച്. അപ്പോൾ ആദ്യം വരിക നിരാശ. സാമ്പത്തിക മേഖലയിൽ കടബാധ്യത വരുമ്പോൾ നിരാശ, ജോലി കിട്ടാതെ നിരാശ, കുടുംബ പ്രശ്നം വരുമ്പോൾ നിരാശ, ഇനി ഇതൊന്നും തീരില്ല, അവസാനിക്കില്ല, മാറില്ല, രോഗം വരുമ്പോൾ നിരാശ, ഇതെന്നെയും കൊണ്ടേ പോവുള്ളൂ, ഇനി ഈ കുടുംബാന്തരീക്ഷം അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ പ്രതിസന്ധികളൊന്നും ഇനി ഒന്നിനും ഒരു മാറ്റം ഉണ്ടാവില്ല, ലോകാവസാനം വരെ ഇതിങ്ങനെ തന്നെയായിരിക്കും. ഇങ്ങനെയാണ് പലരും ഇങ്ങനെ നിരാശയിലേക്ക് പോയി. ഇതിൽ ശുശ്രൂഷകരുണ്ട്. പക്ഷേ വചന ശുശ്രൂഷയിലായിരിക്കുന്നവർ, കൗൺസിലിങ്ങിൽ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ തന്നെ പെട്ടെന്ന് നിരാശയിലേക്ക് പോകുന്നത് കാണാം. ഇങ്ങനെ വിശ്വാസം ഇങ്ങനെ കുറഞ്ഞു ചിലപ്പോൾ ധ്യാനങ്ങൾ കൺവെൻഷനൊക്കെ നേതൃത്വം കൊടുത്തവരൊക്കെ പെട്ടെന്ന് വിശ്വാസത്തിലാണ് കയറി പിടിക്കുക. അങ്ങനെ വിശ്വാസം അങ്ങനെ കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് വിശ്വാസപ്രമാണം എന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ വിശ്വാസത്തിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വീണ്ടും കർത്താവ് പറയുക, പിശാചിനെ പുറത്താക്കാൻ ആയത്തെ പറ്റി പറയുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16-17 തിരുവചനം നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റു പറയുന്നു, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ, അവർ എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ, ആദ്യത്തെ അടയാളം ഇതാണ്, അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. സ്നേഹമുള്ളവരെ, മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചനം നമ്മളിപ്പോൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവിടെ നമ്മൾ കാണുക, ഒരു അപ്പൻ തൻ്റെ പിശാച് ബാധിച്ച മകനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ആദ്യം ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു, പക്ഷേ അവർക്കത് പുറത്താക്കാൻ സാധിച്ചില്ല. അപ്പോൾ ആ അപ്പൻ ആ ഒരു മകനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. യേശു ആ പിശാചിനെ പുറത്താക്കി. വീട്ടിൽ ചെന്നപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായിട്ട് ചോദിച്ചു, യേശുവേ, എന്തുകൊണ്ടാണ് ഈ പിശാചിനെ പുറത്താക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോയത്? യേശു പറഞ്ഞ മറുപടി ഇതാണ്, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. കണ്ടോ, വിശ്വാസത്തോടെ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ, പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ആ പിശാച് വിട്ടുപോകുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രതിസന്ധികൾ, അസ്വസ്ഥതകൾ, നമ്മുടെ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കളെ പറ്റിയുള്ള ആകുലതകൾ, അല്ലെങ്കിൽ വഴിവിട്ട ജീവിതം നയിക്കുന്ന പല വ്യക്തി ജീവിതങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേടുവേണ്ട ഏത് തടസ്സങ്ങളും പ്രതിസന്ധി ആയിക്കോട്ടെ, നമ്മൾ എടുത്തുപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആയുധം ഇതാണ്, നമ്മുടെ വിശ്വാസം. ഈ ലോകത്തിൻ്റെ മേലുള്ള വിജയം അത് നമ്മളിപ്പോൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വചനം ഏറ്റു പറയുമ്പോൾ വിശ്വാസക്കുറവിൻ്റെ ദുരാത്മാവ് നമ്മിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും മത്തായി 17-14 മുതലുള്ള തിരുവചനം ഉച്ചത്തിലേറ്റ് പറയുക. അവർ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവന്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു,
നമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, കർത്താവേ, എന്റെ പുത്രനിൽ എന്റെ പുത്രനിൽ കനിയണമേ. കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും പലപ്പോഴും അവൻ അവൻ തീയിലും തീയിലും വെള്ളത്തിലും വെള്ളത്തിലും വീഴുന്നു. വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെ അടുത്തു കൊണ്ടുവന്നു. അടുത്തു കൊണ്ടുവന്നു. പക്ഷേ പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിവചിച്ചു, യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ വഴി പിഴച്ചതുമായ തലമുറയെ എത്ര നാൾ എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എത്ര നാൾ എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും. അവനെ ഇവിടെ അവനെ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരിക. കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു. യേശു അവനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്ത കർത്താവിനോട് ക്ഷമിക്കും. വിശ്വാസിയായി അബ്രാഹത്തോടൊപ്പം അനുഗ്രഹം പ്രാപിക്കുന്നു. ഗലാത്യ 3:9. വിശ്വാസിയായ അബ്രാഹത്തോടൊപ്പം അനുഗ്രഹം പ്രാപിക്കുന്നു. കരം ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. കർത്താവ് വരുൽ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ്. വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിക്കട്ടെ. വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലി വിശ്വാസത്തെ അഭിവൃദ്ധി പ്രാപിക്കാൻ കൃപ തന്നെ അനുഗ്രഹിക്കണമേ. വിശ്വാസക്കുറവിന്റെ ദുരാത്മാവും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ദേശത്തു നിന്നും, സഭയിൽ നിന്നും വിട്ടുപോട്ടെ. വിശുദ്ധിയുടെ അഭിഷേകം, വിശ്വാസത്തിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവെ തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ പറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടരണമേ കർത്താവേ, ഇറങ്ങി വന്ന് തുടരണമേ. കരങ്ങളടിച്ചുകൊണ്ട് ചേർന്ന് പാടി യേശുവിലേക്ക് നോക്കിക്കൊണ്ട് കരങ്ങളടിക്കുക. എല്ലാവരും ഒന്ന് ചേർന്ന് കരങ്ങളടിച്ചു. ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ കുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ. ഒരു വാക്കുമതി എനിക്കതു മതി. വിശ്വാസത്തോടെ കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്ക് മതി. സദാദിമന്റെ വിശ്വാസത്തോടെ കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോത്മാ മറിയമേ, മാലാഖമാര്, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധേ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ആരൊക്കെ എപ്പോഴത്തെ കാണുന്നുണ്ടോ അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുന്ന, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കുന്ന രൂപാന്തരങ്ങൾ തിരത്തെ കഴിയണമേ. സകല ശുദ്ര മന്ത്രവാദം, ആഭിചാര, ഗുണോത്ര, ദുഷ്ദോഷം, പൈശാചക പീഡന ബാധകൾ, കൈവശങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ കൂട്ടായ്മയിൽ നിന്ന് ആരും ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വസദനാ ദൈവത്തിന്റെ സതിയ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമന്റെ സത്യയുടെ മധ്യസ്ഥാൻ മികാർ അപ്പായ ഗബ്രിയ മനമാന ശബ്ദമായ സാധാ സംഭവിച്ചാൽ ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും എല്ലാ ധർമ്മങ്ങളും വെള്ളത്തിലോ വായിലോ വസ്തുവിലോ ഭക്ഷണം കടത്തുന്ന മാനസികമോ ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാപഞ്ചമോ പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10, ലുക്ക 4:2, മർക്കോസ് 16:5, 1 3 പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര വന്നി വചന സത്യ സകലവിധ പ്രകൃതിക്ഷോഭയും ഇടിമിന്നലും
ഇരുപത്തി നാശങ്ങള് വെറുപ്പ് ഉദ്ദേശവാസി വൈരാഗം തർക്കം കലകള പ്രശ്നങ്ങളെ പ്രതിസന്ധികള് ജഡികാസത്തി ദ്രവ്യാസത്തി കോപാസത്തി ഭക്ഷണാസത്തി സ്വയം പോക്കം സവർഗപോകം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാരം ദുർബോധം അഹങ്കാരം അസൂയ അലസം മോഹം കോപം കുതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്ര തടസ്സം പഠനതടസ്സം കോടതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരേന്ദ്രിയങ്ങൾ ബാഹ്യേന്ദ്രിയങ്ങൾ ചെറുതുബന്ധമായ രോഗപ്പെടൽ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ശുദ്ധിച്ച് പ്രാർത്ഥിക്കാൻ വചനം വായിക്കാൻ ജപമാചരണ തടസ്സങ്ങൾ രോഗശാന്തിയുടെ തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്രജീവികളുടെ ആക്രമണങ്ങൾ അതിന്റെ പിന്നെയുള്ള പൈശാചി അരുവി അന്ധകാര ശക്തി സാത്താൻ ശക്തി ദുഷ്ട ശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു ഈശോയെ കുറിച്ച് ആട്ടിപ്പായി ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവേശമെന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ ശക്തമായ എല്ലാവരും ശ്രദ്ധിച്ച് ആലുലി 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 ശബ്ദമുയർത്തി ശ്രദ്ധിക്കുന്നു ആലുലി 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 കരങ്ങളടിച്ച് ശക്തിയോടെ കരങ്ങൾ യേശുവിലേക്ക് നോക്കി. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ രോഗം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ രോഗം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, 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 ഒരു വാക്കുമതി എനിക്കതു മതിയേ. അല്പസമയം സ്വതന്ത്രമായി ശ്രദ്ധിച്ച് ആലുലി 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 നമ്മൾ ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകത്തെ എല്ലാ വിശ്വാസത്തിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ തിന്മയും അരുവികളും വിട്ടുപോട്ടെ. ഷിയാദിയ വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം മരമായി തീരട്ടെ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ സൗജന്യ ദാനമാണ് വിശ്വാസം. ആലുലി 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 ആത്മഹത്യ ചിന്തകൾ വിട്ടുപോട്ടെ, നിരാശയുടെ ദുരാത്മാവ് വിട്ടുപോട്ടെ, പ്രത്യാശയില്ലാത്ത അവസ്ഥ മാറിപ്പോട്ടെ. ശബ ഹല ബല 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 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഭാഷയുള്ള ഭാഷ സ്തുതിക്കുന്നു പോരല്ലോ. എല്ലാവരും വാ തുറന്ന് സ്തുതിക്കുക. ആലുലി 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 സ്തുതിച്ചുകൊണ്ട് വിശ്വാസത്തെ അഭിവൃദ്ധി പ്രാപിക്കുക, സ്തുതിച്ചുകൊണ്ട് വിശ്വാസത്തെ അഭിവൃദ്ധി പ്രാപിക്കുക. സാക്ഷിയാക്കി മാറ്റമേ. ആലുലി ആലുലി ആലുലിയ ആലുലി 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 ആലുലിയ വിശുദ്ധ കുർബാനയിൽ നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. കുർബാനയിലേക്ക് നോക്കി സ്തുതിക്കുന്നു. പോരെ 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 ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ഹാലുലിയ ഹാലുലിയ സ്വസ്ഥാന്തിരുന്നുകൊണ്ട് ശക്തമായി സ്തുതിക്കുക. ഹാലുലിയ 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 സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ജ്വലിക്കും. വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തന്നെ തീരുമാനമെടുത്തോ. 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും ചൊല്ലുക. അങ്ങനെ 33 ദിവസം നീ കണ്ടിന്യൂസ് ആയി ചൊല്ലി പ്രാർത്ഥിച്ച് തടസ്സങ്ങളും ബന്ധനങ്ങളും വിട്ടുപോകുന്ന അനുഭവം ഉണ്ടാവും. ഇവിടേക്ക് വിളിച്ച് സാക്ഷ്യമാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തീരുമാനമെടുത്തോ. ജിമ്മിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഭയത്തിന്റെ ദുരാത്മാവ് കർത്താവ് എടുത്തു മാറ്റുക. ഈശോ കടലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാർ ഭയന്നപ്പോൾ ഈശോ ചോദിച്ചത് ഇതാണ്, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? വിശ്വാസം കുറയുമ്പോഴാണ് ഭയം വരിക. ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ഭയത്തിന്റെ ദുരാത്മാവ് കർത്താവ് പലരിൽ നിന്ന് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. പരീക്ഷാ ഭയം, പലതരത്തിലെ ഭയങ്ങൾ, കടുത്ത തലവേദന കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. മദ്യം അവസാനിപ്പിക്കാൻ കർത്താവ് സന്ദേശം നൽകുക. പല വ്യക്തികളിലും കുടുംബങ്ങളിലും മദ്യപാനം, തെറ്റായ കൂട്ടുകെട്ടുകൾ കാണിക്കുകയാണ്. കൂട്ടുകൂടി മദ്യപിക്കുന്നവരെ കാണിക്കുന്നുണ്ട്. ദൈവത്തിന് നിരക്കാത്ത കൂട്ടുകെട്ടും മദ്യപാനം അവസാനിപ്പിക്കാൻ ശക്തമായ കർത്താവ് മുന്നറിയിപ്പ് തരികയാണ്. കാണാതെ പോയ ചില വസ്തുക്കൾ ചിലർ അന്വേഷിച്ച് നടക്കുകയാണ്. ഇതാ ഈ വചന ശുശ്രൂഷ സമയത്ത് കർത്താവ് ഇതാ അനുഗ്രഹിക്കുന്നു. കാണാതെ പോയ നിന്റെ സ്വർണ്ണമോ മാലയോ പൈസയോ പേഴ്സോ രേഖകളോ ഇതാ തിരിച്ചു കിട്ടുന്നതായിട്ട് കർത്താവ് സന്ദേശം നൽകുകയാണ്. ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞ് സാക്ഷ്യപ്പെടുത്തണം. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങളെ കാണിക്കുക.
കുടുംബ പ്രാർത്ഥന, പരിശുദ്ധ അമ്മയുടെ ജപമാല, സമ്പൂർണ്ണ ജപമാല ചൊല്ലി, ഒരു കുടുംബ പ്രാർത്ഥനയായിട്ട് ഒരു ജപമാല ചൊല്ലി, ലുത്തിനിയ ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരിക്കുക. കുടുംബ പ്രാർത്ഥന സജീവമാക്കാൻ കർത്താവ് സന്ദേശിച്ചിരിക്കുക. മാപ്രാണം എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെയും കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പാട്ട് പാടാനുള്ള കൃപ നൽകി കർത്താവ് ഒരാളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ദൈവരാജ്യത്തെപ്പറ്റി അസ്വസ്ഥപ്പെടാൻ ഈശോ പറയുക. ഭാവിയെപ്പറ്റി, ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളെപ്പറ്റി, വിവാഹ ജീവിതം അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ സമ്പത്ത്, അങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി പലരും അസ്വസ്ഥരാണ്, പഠനം. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് ആദ്യം നീ ദൈവരാജ്യം അന്വേഷിക്കുക ഈശോ പറയുക. ദൈവരാജ്യത്തെപ്പറ്റി അസ്വസ്ഥരാകാൻ കർത്താവ് സന്ദേശം നൽകുക. എന്നും എല്ലാവരും ഈശോ പറയുക ഒരു പ്രാർത്ഥന ചെല്ലാൻ. ആ പ്രാർത്ഥന ദൈവമേ എന്നെ ഒരു വിശുദ്ധയാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഈശോ പറയുക. എല്ലാവർക്കും ഒരു സന്ദേശമായിട്ട് ഈശോ തരിക. ഒരു സന്ദേശം. എത്രയോ നീ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്, പക്ഷെ നീ പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവമേ എന്നെ ഒരു വിശുദ്ധയാക്കണേ. വിശുദ്ധി ദൈവത്തിൻ്റെ ദാനമാണ്. ആനിയുടെ കുടുംബ പ്രശ്നത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. 22 വർഷമായി കുത്തിയുള്ള ചുമ കർത്താവ് സൗഖ്യത്തിൻ്റെ അനുഗ്രഹിക്കുന്നുണ്ട്. വായ്പുണ്ട് മൂലം ശക്തമായ വേദന, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് സൗഖ്യത്തിൻ്റെ അനുഗ്രഹിക്കുന്നുണ്ട്. സ്ഥിരമായി ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഒരു വ്യക്തിക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കാനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു കിണറ്റിൽ ശുദ്ധജലം നിറയുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നു. പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്ന അവസ്ഥയുള്ള ഒരു കുട്ടിക്ക് ഓർമ്മശക്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കഠിനമായ വേദന കർത്താവ് ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വാരഫലം നോക്കുന്ന ചില വ്യക്തികളോട് അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് തമാശയ്ക്ക് പോലും വാരഫലം നോക്കരുതെന്ന് തുറന്ന കുമ്പസാരം നടത്താൻ സന്ദേശം നൽകുക. വിവാഹ മോചനത്തിനായി ഒരുങ്ങുന്ന ഒരു വ്യക്തിയോട് അതിൽ നിന്ന് പിന്തിരിയാൻ കർത്താവ് സന്ദേശം തരുന്നു. പീരീഡ് സമയത്ത് ശക്തമായ വേദന, തലകറക്കം, ഛർദി ഒരുമാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കാനഡയിലേക്ക് പോകാനുള്ള വിസാ തടസ്സം മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ബീനയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അനൂപിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ത്വക്ക് രോഗമുള്ളവർ പ്രാർത്ഥിക്കുക, ത്വക്ക് രോഗം സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സിനിയോട് വിശ്വാസത്തോടെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. പൈൽസ്, മൂലക്കുരുവിൻ്റെ അസുഖം, ശക്തമായ വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ലിവർ സിറോസിസ് കർത്താവ് 3 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മലബന്ധം 2 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സോപ്പ് പൊടിയുടെ അലർജി അല്ലെങ്കിൽ സോപ്പിൻ്റെ അലർജി കർത്താവ് ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ആമവാദമുള്ള മഞ്ജു എന്ന മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 6 മാസം പ്രായമായ കുഞ്ഞിൻ്റെ വയറ് സംബന്ധമായ അസ്വസ്ഥത കർത്താവ് എടുത്തുമാരി അനുഗ്രഹിക്കുന്നു. കാലിൽ വളങ്കടിയുള്ള 5 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പുളിച്ചു തകട്ടി വരുന്ന അവസ്ഥ ലിസി എന്ന മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഷാരോൺ എന്ന മകളോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുക. വിൽസൺ എന്ന മകന് ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അയർലൻഡിലായിരിക്കുന്ന നിമ്മി എന്ന മകളുടെ തൊണ്ട സംബന്ധമായ അസ്വസ്ഥത കർത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നു. വർഷങ്ങളായിട്ട് കഴുത്തിൻ്റെ വലതുഭാഗത്തുള്ള വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഉന്നത വിജയത്തോടെ പഠിച്ചിറങ്ങിയിട്ടും ഇതുവരെ ജോലി ശരിയാകാത്ത മകനോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം നൽകുക. റോബർട്ട് എന്ന മകനോട് ജോലിയിൽ വിശ്വസ്തനായിരിക്കാൻ കർത്താവ് സന്ദേശം നൽകുക. ഒരു കിഡ്നി രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. വലിയ കടബാധയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തോട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാനയ്ക്ക് വില കൊടുത്ത് കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുക. ഹൃദയപേശികൾക്ക് ബലക്കുറവ്, അതുമൂലം ഹാർട്ടിൻ്റെ പമ്പിങ് കുറവുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ടോൺസിലൈറ്റിസ്, തൊണ്ട പഴുത്തിരിക്കുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശരീരമാസകലം ചൊറിച്ചിലുള്ള ഒരു സഹോദരനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും കഴുത്തിൽ ഉത്തിരിയം ധരിക്കാനായി ആവശ്യപ്പെടുന്നു. ആമാശയ ക്യാൻസറുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ബെന്നി എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? റോമ 8:31 വചനം കർത്താവ് തരികയാണ്. കർത്താവിൽ ആശ്രയിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഒരു KCB ഉദ്യോഗസ്ഥനോട് ദശാംശം കൊടുത്ത് ദൈവശുശ്രൂഷയെ സഹായിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. എപ്പോഴും കപക്കെട്ടുള്ള ഒരു പെൺകുഞ്ഞിനെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ആ വീട്ടിലെ പ്രായമായ സഹോദരനോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം തരുന്നു. തുടർ പഠനത്തിന് സാമ്പത്തികമില്ലാത്ത ഒരു വീട്ടിലെ 2 മക്കൾക്ക് സാമ്പത്തിക മേഖല തുറന്നു നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. സിട്രിസിൻ മരുന്ന് ധാരാളം കഴിക്കുന്ന ഒരാളുടെ അലർജി രോഗം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. പല മരുന്നുകൾ പ്രയോഗിച്ചിട്ടും വിട്ടുമാറാത്ത പാറ്റശല്യം കർത്താവ് വിടുന്നു നൽകിയൊരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളോട് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. 7 ആഴ്ച, 9 ആഴ്ച, 13 ആഴ്ച ഇങ്ങനെയൊക്കെ നിയോഗം വെച്ച് ഈ ദൈവവചന ശുശ്രൂഷ എടുത്ത് കാണാൻ കർത്താവ് സന്ദേശം നൽകുക. പലരും നിയോഗം വെക്കുന്നില്ല എന്ന് ഈശോ കാണിക്കുന്നു. ജോലി സമയം കുറഞ്ഞു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നതായിട്ട് കാണിക്കുന്നു. എപ്പോഴും കലഹവും ഭിന്നിപ്പുള്ള കുടുംബങ്ങളെ കർത്താവ് കാണിക്കുന്നു. ബന്ധന പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലാനും ആ വീട് നിങ്ങൾ തന്നെ വെഞ്ചരിക്കാനും കർത്താവ് സന്ദേശം തരുന്നു. ഓപ്പറേഷൻ ഒരുങ്ങുന്ന വിൻസെൻ്റ് എന്ന വ്യക്തിയോട് ഭയപ്പെടേണ്ടെന്ന് കർത്താവ് സന്ദേശം തരുന്നു. സ്കിൻ അലർജി രോഗങ്ങൾ ഈശോ സൗഖ്യപ്പെടുന്നുണ്ട്. ശക്തമായി പ്രാർത്ഥിച്ചോ. തലയിൽ പൊറ്റൻ പോലെ വന്ന് ശക്തമായ ചൊറിച്ചിൽ, മീനിൻ്റെ ചെതമ്പൽ പോലെ ശരീരത്തിൽ തൊലി അളന്നു പോകുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം തരുന്നുണ്ട്. രക്തത്തിൽ അണുബാധ കർത്താവ് സൗഖ്യം നൽകുന്നു. ഹൈപ്പർ ആക്റ്റീവായ ഒരു പെൺകുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നു. മോളി എന്ന മകളുടെ ഉപ്പിറ്റിവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിദേശത്ത് നഴ്സായി ജോലി ചെയ്യുന്ന ഷാരോൺ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഉറക്കക്കുറവുള്ള ഒരു പ്രാർത്ഥിക്ക് ഒരു സിസ്റ്ററിനെ കർത്താവ് സുഖമായ ഉറക്കം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹാർട്ടിൻ്റെ ബ്ലോക്ക് കാരണം ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു.
ബോട്ടണി വിഷയം പഠിക്കാനുള്ള ബുദ്ധിമുട്ട് മാറ്റി ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പല്ലിന് എപ്പോഴും കേട് കാരണം ദന്ത ഡോക്ടറെ കാണിക്കേണ്ടി വരുന്ന അവസ്ഥ, പല്ല് പൂർണ്ണ സൗഖ്യം നൽകി ആ വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ടിനു എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. എല്ലുകൾക്ക് ബലക്കുറവുള്ള ഒരു മകളെ കർത്താവ് സുഖപ്പെടുന്നുണ്ട്. ഇയർ ബാലൻസ് സൗഖ്യം തരുന്നുണ്ട്. ഇയർ ബാലൻസ് ആന്റണി എന്ന വ്യക്തിയുടെ ഇയർ ബാലൻസ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. റോണിയെയും കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായ അഭിഷേകം കർത്താവ് വർഷിക്കുന്നുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹാലലിയ 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 ഷിയ റിയ 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 ഭാഷയുള്ള ഭാഷ സ്തുതിച്ചേൻ. ഹാലലിയ 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 ഹാലലിയ. യേശുവേ നന്ദി നന്ദി നന്ദി. എൻ്റെ പേര് ജോളി. ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു. ഇടിവണ്ണ ഇടവകയാണ്. എൻ്റെ കാലിൻ്റെ മുട്ടിന് 20 വർഷമായി ഞാൻ കാലിന് മുട്ടിന് തേയ്മാനമായിട്ട് നടക്കുന്നു. കാലിൻ്റെ മുട്ടിന് വേദനയും ഒക്കെ ആയിരുന്നു. ഞാൻ കുറേ ഡോക്ടർമാരെ കാണിച്ചു. ഡോക്ടർമാർ പറഞ്ഞു മുട്ടുചിരട്ട മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. എനിക്ക് പേടിയായിട്ട് ഞാനത് മാറ്റി വെക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ ഹോമിയോ മരുന്ന് കുറേ കഴിച്ചു. എന്നിട്ടും എനിക്കങ്ങനെ വലിയ കുറവൊന്നും കിട്ടിയില്ല. ഞാൻ മുട്ടുകുത്തൽ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അത്ഭുത ജപമാല എന്നും കൂടുന്നുണ്ട്. ഒരു ചേച്ചിയുടെ വഴിയാണ് എനിക്കിത് കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഈ അത്ഭുത ജപമാല എന്നും വെച്ച് കൂടാൻ തുടങ്ങി. 33 ഞാൻ നിയോഗം വെച്ച് കൂടാമെന്ന് വെച്ചു. അങ്ങനെ 5 ആയപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു, മുട്ടിൻ്റെ തേയ്മാനത്തിന് ചിരട്ട മാറ്റി വെക്കാൻ പറഞ്ഞ് ആ വ്യക്തിനെ തൊട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അത് എന്നെ തന്നെ ആയിരിക്കുമെന്ന്. ഞാൻ ബെഡേ കയറിയിട്ട് മുട്ടുകുത്തി, അത്ഭുത ജപമാല വെച്ചിട്ട് ഞാൻ ബെഡേ കയറി നിന്ന് മുട്ടുകുത്തി നോക്കി. അപ്പോൾ എനിക്ക് മുട്ടുകുത്താം. അത് കഴിഞ്ഞ് ഞാൻ നിലത്തിറങ്ങി മുട്ടുകുത്തി. ഇപ്പം പള്ളിയിലും മുട്ടുകുത്തും, പ്രാർത്ഥനയ്ക്കും ഫുൾ മുട്ടുകുത്തിയിരിക്കും. ഇപ്പം എനിക്കൊരു പ്രശ്നമില്ല. അതുപോലെ തന്നെ എൻ്റെ ചെവിക്ക് 2 ചെവിക്കും ഭയങ്കര ചെവികടിയായിരുന്നു. ഞാൻ കുറേ തൂവലൊക്കെ ഇട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്കും പള്ളിയിലൊക്കെ പോകുമ്പം കടലാസ് തിരുമ്മി കൊണ്ടുപോകും അത് ചെവിയിലിടാനായിട്ട്. അതുപോലെ ചെവികടിയായിരുന്നു. അപ്പോൾ ഒരു അത്ഭുത ജപമാല ഞാൻ കൂടിക്കൊണ്ടിരുന്നപ്പോൾ, ചൊവ്വാഴ്ച അത്ഭുത ജപമാല കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു ഒരു വ്യക്തിയുടെ ചെവികടി മാറി കിട്ടിയിരിക്കുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്ക് ആ ചെവികടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ കൈയുടെ 2 സൈഡ് ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു. അത് ചൊറിഞ്ഞു പൊട്ടെന്ന് പറഞ്ഞാൽ കൊമ്മള പോലെ ഇങ്ങോട്ട് വരും. ഞാൻ സെറ്റിപ്പിനും കൊണ്ട് അത് കുത്തി പൊട്ടിക്കും. അതിങ്ങനെ എന്ത് കിട്ടിയാലും അതിലിട്ട് ഇങ്ങനെ മാന്തും. അതുപോലെ എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. കൊമ്മള വന്നിട്ട് അത് കുത്തി കുത്തി പൊട്ടിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം അച്ഛന് ഷാലോമിലെ വൈകുന്നേരത്തെ 6:30 എൽരോഗ ദൈവവചന ശുശ്രൂഷയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു വ്യക്തിയുടെ കൈ 2 സൈഡിലും ചൊറിഞ്ഞു പൊട്ടുന്നുണ്ട്, കൊമ്മള പോലെ വന്നിരിക്കുന്നുണ്ട്. ആ വ്യക്തിനെ ദൈവം തൊട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഇതുവരെയും 5 മാസമായി എനിക്ക് അങ്ങനെ രോഗങ്ങളുണ്ടായിട്ടില്ല. യേശുവേ സ്തുതി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊരു അതിശക്തമായ ഒരു സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. അത്ഭുത ജപമാലയിലും എൽറുഹ ദൈവ വചന ശുശ്രൂഷയിലും കിട്ടിയ അനുഗ്രഹമാണ് ആ സഹോദരി 3 പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. നമുക്കും ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ കിട്ടും. ഈ ദൈവവചന ശുശ്രൂഷയിൽ ഒത്തിരി അനുഗ്രഹം ദൈവം വർഷിച്ചുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, ഇന്ന രീതിയിലുള്ളൊരു സ്കിൻ ഡിസീസ് കർത്താവ് സൗഖ്യപ്പെടുന്നു. അത് വിളിച്ചു പറയുന്നു. മാസങ്ങളായി പിന്നെ ആ രോഗം ഉണ്ടായിട്ടില്ല. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശു എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റണേ എന്ന് പറഞ്ഞൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. എല്ലാവരും സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.